സംഭവം മനസ്സിലായോ? 2 ഗ്യാപ്പിലായിട്ട് കയറുമ്പം ഒരു സൈഡിലോട്ട് പൂച്ച പോകും. അങ്ങനെ ഒരാൾ ആ ഗ്യാപ്പിൽ ഇറങ്ങണം, ഒരാൾ അങ്ങറ്റം ഇറങ്ങണം. നിൽക്കാൻ സൗകര്യം അങ്ങറ്റം ഇടണം, ഈ വണ്ടി അങ്ങറ്റം ഇടണം. കയറാം. പൂച്ച കണ്ടായിരുന്നു, ഉണ്ട് ഉണ്ട്, പല സൈഡിലുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം, നല്ല ഓടുക, ഓടിക്കളി. അതെ, ഓഫ് ചെയ്താൽ കയറാം. കുഴപ്പമില്ല, നല്ല ഓടുന്നുണ്ടോ. ഇവിടെ നിന്ന് ഓടി അങ്ങറ്റം പെട്ടെന്ന് പോയി, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അങ്ങറ്റത്താണുള്ളത്. ഇതുവരെ ഓഫാക്കിയിട്ടില്ല, ഓഫാക്കില്ല. സാറൊന്ന് പറഞ്ഞു എന്നാൽ എൻ്റെ സുഭാഷ് എവിടെയാണ്? സുഭാഷിനെ തേടിയാണ് ഇപ്പോൾ ഒരു സംഘം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ ഉള്ളത്. സുഭാഷിനെ കണ്ടിട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളില്ല, ഓടി നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ആശ്വാസമാണ്. വിഷ്ണു സുരേഷ് തൊട്ടുണ്ട്. വിഷ്ണു, ആ ഉദ്യോഗസ്ഥർ മുകളിലേക്ക് ക്രെയിനിലേക്ക് കയറി പോയി, അവരത് പൂച്ചയെ കണ്ടു, അവിടെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടെന്ന് പറയുന്നു. ഈ മെട്രോ സർവീസ് നിലവിൽ നടക്കുന്നുണ്ടോ? അത് നിർത്തി വെക്കേണ്ട സാഹചര്യമുണ്ടോ? ഇല്ല, ആൻമരിയ, മെട്രോ സർവീസ് വിഷ്ണുവിലേക്ക് തന്നെ പോകുന്നു. വിഷ്ണു, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് പൂച്ചയെ കണ്ടിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആശ്വാസമുണ്ട്. പക്ഷേ ഇവരെ കാണുമ്പോൾ ഒരു പക്ഷേ ദൂരേക്ക് ഓടിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെട്രോ സർവീസ് ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ടോ? എന്താണ് അടുത്ത നീക്കം? പ്രജിൻ, മെട്രോയുടെ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ പൂച്ചയുള്ളത് ഒരു ക്രോസ് ബാറാണ്, ഒരു ക്രോസാണ് ഈ തൂണ്. അതിൻ്റെ ഇടതേ വശത്തായിരുന്നു പൂച്ചയെ കണ്ടെത്തിയത്. പക്ഷേ ഈ ഫയർഫോഴ്സിൻ്റെ സംഘം മുകളിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പൂച്ച അവിടെ നിന്ന് അപ്പുറത്തെ വശത്തേക്ക് പോയി. അതുകൊണ്ട് അപ്പുറത്തെ വശത്തേക്ക് ഇപ്പോൾ ഓപ്പറേഷൻ മാറ്റുകയാണ്. നേരത്തെ ഒരു സൈഡിലായിരുന്നു ഓപ്പറേഷൻ നടത്തി പരിശോധിക്കാൻ വേണ്ടി കയറിയെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പൂച്ച ഓടിപ്പോയി. പൂച്ച പൂർവ്വ ആരോഗ്യവാനാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മെട്രോ പവർ ഓഫ് ചെയ്ത ശേഷം ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ തൂണിൻ്റെ ഒരു വശത്ത് കയറും, 2 പേർ 2 സൈഡിലായി കയറും. അതിനുശേഷം പൂച്ചയെ റെസ്ക്യൂ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. അല്പസമയത്തിനകം തന്നെ പൂച്ചയെ പുറത്തിറക്കാനാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഈ പൂച്ച അവിടെ നിന്ന് ചാടുകയാണ് എങ്കിൽ പോലും അതിനെ ക്യാച്ച് ചെയ്യുന്നതിന് വേണ്ടി നെറ്റടക്കം താഴത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഓപ്പറേഷൻ ഒരല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. മിഷൻ സുഭാഷ് എന്നാണ് ഇതിന് ഫയർഫോഴ്സ് പേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 7-8 ദിവസമായി പൂച്ച ഈ മെട്രോ പില്ലറിലുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് നാട്ടുകാർ ഇതിനെ കാണുന്ന സമയത്ത് തന്നെ മെട്രോ അധികൃതരെ അറിയിക്കുകയും അവർ ആനിമൽ റെസ്ക്യൂ ടീമിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അവർ വന്ന് പകർത്തിയ ദൃശ്യങ്ങളിൽ ആ പൂച്ച ഇന്ന് ഒരല്പം അസ്വസ്ഥമായ അല്ലെങ്കിൽ ഒരു അനാരോഗ്യം കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇതിന് മുകളിൽ കയറിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി പറയുന്നത് ആരോഗ്യം, പൂച്ചയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പൂച്ചയെ ഉടൻ തന്നെ താഴെ ഇറക്കാൻ പറ്റുമെന്നാണ്. നേരത്തെ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ ആരംഭിച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ ഹൈഡ്രോളിക് ക്രെയിൻ അതിൻ്റെ ചില കംപ്ലൈൻറ്റ്, സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം എടപ്പള്ളിയിൽ പോയി മറ്റൊരു ഹൈഡ്രോളിക് ക്രെയിൻ കൊണ്ടുവന്നാണ് ഇപ്പോൾ ഇതിൻ്റെ റെസ്ക്യൂ മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അത് ആദ്യഘട്ടത്തിൽ ഒരു സൈഡ് വലതേ വശം കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മധ്യഭാഗത്തേക്ക്, ഈ ക്രെയിൻ മധ്യഭാഗത്തേക്ക് എത്തിച്ച് അങ്ങോട്ടേക്ക് ഇതിൻ്റെ ഹൈഡ്രോളിക് ക്രെയിൻ ലിഫ്റ്റ് ചെയ്ത് ഒരു ഉദ്യോഗസ്ഥൻ, 3 പേരാണ് ഈ ഇതിൽ ഉള്ളത്. അതിലൊരു ഉദ്യോഗസ്ഥൻ ഈ ക്രെയിനിൻ്റെ അകത്ത്, ഈ ക്രെയിനിൻ്റെ അതുവഴി ഈ മെട്രോ പില്ലറിലേക്ക് കയറി അവിടെ നിന്ന് പൂച്ചയെ താഴെ ഇറക്കാം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ ഉദ്വേഗഭരിതമായ ഒരു നിമിഷമാണ്. ഈ പൂച്ചയെ രക്ഷിക്കാനാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ രക്ഷിക്കാനാകുമെന്ന ഫുൾ കോൺഫിഡൻസിലാണ് കേരള ഫയർഫോഴ്സ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.